വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം മാൽദീവ്സിൽ. ഇപ്പോൾ ഈ റൂം നമ്മളിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി 2 nights ഇവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഒരു പുതിയ ഒരു റൂമിലോട്ടാണ്, അക്വാ വില്ല പൂൾ. ഓക്കെ, അക്വാ വില്ലയിലോട്ടാണ് നമ്മളിനി നെക്സ്റ്റ് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പെട്ടിയെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെന്നെ ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുവന്നോളൂ റൂമിലോട്ട്. അപ്പോൾ നമ്മൾ ഈ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് അല്ല അത് ക്ലോസ് ചെയ്യണം. റൂം ക്ലോസ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ലഗേജെല്ലാം പോകില്ലേ, മറന്നു പോച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിച്ചിട്ട് വേണം എവിടെ പോകാൻ, സ്നോർക്കലിങ്ങിന് പോകാൻ വേണ്ടി. നമ്മൾ എഴുന്നേറ്റ് റെഡിയായി വരുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് ലൈറ്റായി. അതുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റെസ്റ്റോറൻറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചങ്ങൾ വന്നു. സ്നോർക്കലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുള്ള് കിറ്റൊക്കെ ഇട്ടുണ്ട്. ബാഗ് കാണിച്ച് വെച്ചു. ബാഗിൽ നമ്മളെ കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ റിസീവിങ് ഏരിയയില്ല, അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റിൽ വരും ബോട്ട്. അതിൽ കയറിയിട്ട് നമ്മൾ ആ ഒരു സ്നോർക്കലിംഗ് പോയിന്റിൽ കൊണ്ടുപോയി വരും. ഓക്കെ, എന്താവും എന്തോ. തെജു നല്ല പേടിയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ മുമ്പ് ചെയ്തതുകൊണ്ട്, ദുബായിൽ ചെയ്തതുകൊണ്ട് വലിയൊരു പേടിയില്ല. അങ്ങനെ ഞങ്ങളെ ബോട്ട് പെട്ടെന്ന് എത്തി. നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ട്രെയിനറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ ഈ കാണുന്നതാണ് സ്നോർക്കലിംഗ് പോയിന്റ്. ഇവിടെ ബോട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇതിൻ്റെ 200 മീറ്റർ സറൗണ്ടിങ്ങിൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, നമുക്ക് കൂടുതൽ ദൂരമൊന്നും പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര കഷ്ടപ്പെട്ട്. ഫെജു ആണെങ്കിൽ പേടിച്ചിട്ട് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ താഴോട്ട് ഇറങ്ങിയതേ ഇല്ല. സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് മാസ്ക് വെച്ചിട്ട് നേരെ കുനിഞ്ഞിട്ട് വെള്ളത്തിലിങ്ങനെ നോക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്നോർക്കലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് റൂമിലോട്ട് പോവാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ റൂമിലോട്ടാണ്. മുമ്പ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഓഷ്യൻ പൂൾ വില്ലയിലാണ്. ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത് അക്വാ പൂൾ വില്ലയിലാണ്. ഞങ്ങൾ ഓൾറെഡി വന്നപ്പോൾ ലേറ്റായി, കാരണം നമുക്കിനി സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. ഈ റൂം നമ്മൾ മുമ്പ് താമസിച്ച ഓഷ്യൻ പൂൾ വില്ലയിനെക്കാട്ടിലും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ മാൽദീവ്സിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു ദിവസമെങ്കിലും ഈ അക്വാ പൂൾ വില്ലയിൽ താമസിക്കണം. ഉച്ച സമയം എത്രയെന്ന് അറിയാം, 1 മണിയായി. നമുക്ക് സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്പാൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. നല്ല വെയിലാണ്, പക്ഷെ ഇവിടെ തണലുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലേ വെജം? കുഴപ്പമില്ല എന്നില്ല, വെജ് നല്ല കുഴപ്പമാണ്. എന്താ ചെയ്യുക, അപ്പം നടക്കാണ്. കുറച്ച് അങ്ങ് പോകാനുണ്ട്. ടോട്ടൽ ഈ ആലിന് വന്നിട്ട് ഒരു 3.5 കിലോമീറ്റർ ഉള്ളൂ സമയം. അപ്പം നടക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ നല്ല സുഖമാണ്. എനിക്ക് ഇൻട്രസ്റ്റാണ് നടക്കാൻ, പക്ഷേ ഇവിടെ ഒരാളുണ്ടല്ലോ. നടക്കണം പറ്റുമോ? നടക്കാൻ ഇഷ്ടമുണ്ടോ? നമ്മൾ ലേറ്റ് ആണ്, അവിടെ ചിലപ്പോൾ വേറെ അപ്പോയിൻമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്ന വഴി നേരെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് അടിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് വന്ന സമയത്ത് തന്നെ ഒരു ഡ്രിങ്ക്സും പിന്നെ ഒരു ടവൽ വന്നിട്ടുണ്ട്. ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് എടുത്തോളൂ. ഞാൻ ആ വെള്ളം ആദ്യം കുടിച്ച് തീർത്ത്, സോറി. ഓ ശരിയാടാ, കുടിച്ചു വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. ഒന്ന് മുഖത്ത് പറയും. നല്ല തണുത്ത കോട്ട, നല്ല സൗണ്ട് ഇട്ടാ. വാ, അടിപൊളി കേട്ടോ, അടിപൊളി വ്യൂ. എന്തല്ലേ ഇവിടെ പക്ഷെ ഇവിടെ എന്താ അറിയോ, ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയാണ്. ഏത് സൈഡിലോട്ട് പോവുകയാണെങ്കിലും ബീച്ചിനടുത്തേക്ക് വരുന്ന സമയത്ത് ആ വെള്ളം കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതാണ് ട്രീറ്റ്മെൻറ്റ് റൂം. നല്ല അടിപൊളി സി വി ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ. നല്ലൊരു ആംബിയൻസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താ വിജു? നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്രൂസ്, സൺസെറ്റ് ക്രൂസിൽ പോകാൻ പോവാ. അത് നമ്മളെ ഈ റിസോർട്ടിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി
പാക്കേജിലുള്ളത് തന്നെയാണ്. നമ്മുടെ പാക്കേജിൽ. പക്ഷെ എല്ലാവർക്കും എല്ലാവർക്കും കോംപ്ലിമെന്ററി അല്ല. ഉണ്ടോന്ന് അറിയില്ല. എല്ലാവർക്കും കോംപ്ലിമെന്ററി അല്ല. നമ്മൾ കാരണം ട്രാവൽസ് എന്താ ത്രൂ വെച്ചാല് വന്ന സമയത്ത് അവരെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓക്കെ, അപ്പം അപ്പൊ നമ്മൾ അതിനു വേണ്ടി പോവാണ്. 5:15 അവിടെ എത്താനാ പറഞ്ഞത്. ലേറ്റ്. പക്ഷെ ഒന്നാമത് എന്താ വെച്ചാൽ കാര്യം എന്താ പറയാ, ഓൾറെഡി 5:15 ആയി. 5:15 അവിടെ എത്താൻ പറഞ്ഞതാ. എന്താ പറയാ, ഇപ്പോഴും ആ സമയത്ത് നമ്മൾ റെഡി ആവാ. ലാസ്റ്റ് നിമിഷത്തിൽ പക്ഷെ നമ്മൾ അന്ന് നാട്ടിലെല്ലാം വിളിച്ച് അങ്ങനെ എന്നാണ് ഇപ്പൊ ഒന്ന് വിളിക്കാൻ പറ്റിയത്. സമയം ഗ്യാപ്പും കാര്യം കിട്ടിയത്. അതെ. ഫുള്ള് ബിസി ആയി പോയി. അപ്പോൾ ഇപ്പം 5:15 ഓൾറെഡി ആയി. ഇനി അവിടെ ഓടി പിടിച്ചു അവിടെ നിന്ന് വണ്ടി കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ ടൈമിൽ എത്തുള്ളൂ. മുമ്പേ ഇല്ലെങ്കിൽ നമുക്ക് കുറെ ഫോട്ടോസ് എല്ലാം അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ടൈം കഴിഞ്ഞിരുന്നു. അപ്പോൾ ക്രൂസിൻ്റെ ബൈക്കിൽ പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിൻ്റെ അടുത്തേക്ക് വണ്ടിയിൽ കയറിയിട്ട് പോവാണ്. നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഒരു 5:45 ആയി. അതായത് ഒരു 15 മിനിറ്റ് ഇവിടെ നമ്മൾ നടന്ന് പെട്ടെന്ന് അങ്ങനെ ഓടി എത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ആ പരിപാടി നാളത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ പോവാം. അപ്പോൾ നേരെ നമ്മൾ റൂമിൻ്റെ അടുത്ത് നല്ല അടിപൊളി ബീച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം.